ചേട്ടൻ ഈ സ്ഥലത്തുള്ള ആളാണോ? അതെ അതെ, ഇവിടുന്ന് 2 കിലോമീറ്റർ ഈ പാടം തുടങ്ങുന്നതിൻ്റെ അവിടുന്ന് അതിൻ്റെ മുന്നിലാണ് നമ്മുടെ വീട്. ഈ പാടം തുടങ്ങുന്നത് മുണ്ടത്തോട് സെൻറ്ററിൻ്റെ തോടിൻ്റെ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഇടിവെട്ടാണെന്ന്. പെട്ടെന്ന് പിന്നെ രണ്ടാമത്തെ സൗണ്ട് കേട്ടപ്പോഴാണ് നമുക്ക് സ്മെല്ലും വന്നു, വെടിമരുന്നിൻ്റെ സ്മെല്ലും വന്നപ്പോൾ നമ്മൾ വേഗം എല്ലാവരോടും പറഞ്ഞു വെടിക്കെട്ട് വരും. അപ്പോഴേക്കും ഞങ്ങൾ ഓടി ഇവിടെ എത്തി. എത്ര ആളുണ്ട്, എന്താണ്, ചൂടാവാനാണ് സാധ്യത, വെയിലിൻ്റെ ചൂടിൻ്റെ ആണ്. നല്ല വെയിലുണ്ടായിരുന്നു. 3:20 സമയം, 3:20 കറക്റ്റ് 3:20 സമയം. അല്ലല്ല, കുറച്ചങ്ങോട്ട് നീങ്ങിട്ടാ സൗണ്ട് കേട്ടിട്ട് വന്നതാ. ഞാനൊരു 2 കിലോമീറ്റർ അപ്പുറം അവിടെ വരെ സൗണ്ട് കേട്ടു. എങ്ങനെയാണ് വെടിക്കെട്ട് പെര ഇവിടെ ഒരു പെരുന്നാൾ നടന്നു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് പെരുന്നാളിൻ്റെ കാര്യമാണ്. ഈ വെടിക്കെട്ട് വരെ ഇവിടെ ഉണ്ടെന്നുള്ള അറിയാം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പുക അങ്ങനെ പോകുന്നുണ്ടപ്പോൾ വലിയൊരു സ്ഫോടനല്ലേ, മനസ്സിലായി വെടിക്കെട്ട് ഇവിടെ പെര കത്തിണ്ടെന്ന്. ഉണ്ടായിരുന്നു. ആ സൈഡിലൊരു 3-4 വീടുകൾ ഏകദേശം തകർന്നുണ്ട്. നിലം പൊത്തിയൊരു വീട് അപ്പുറത്തെ വശത്ത് ആഘാതം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തിന് കത്താണ്ട് എത്ര അതിൻ്റെ ഉള്ളില് വെടിക്കെട്ട് പേരെ കത്തിയിട്ടില്ല ഇതുവരെ. മരുന്ന് നിറച്ച് വെച്ചിട്ടുള്ള കത്താണ്ട് പറഞ്ഞ ഉണ്ട്. അത് നനച്ചുണ്ട്, വെള്ളമടിച്ച് നനച്ചുണ്ട്. അവിടെ അടുത്തുള്ള തന്നെ നമ്മൾ ശബ്ദം കേട്ടിട്ട് വന്നാണ്. ഇപ്പം നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാർ അതിൻ്റെ ഉള്ളിലുണ്ട്, രക്ഷാപ്രവർത്തന കാര്യങ്ങളായിട്ട്. അപ്പോൾ അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. ഈ ബോഡിയും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുപോയ ആളുകളിൽ അവരാണ്. അപ്പോൾ അവർ പറയും ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെയാണ് പൊട്ടിയത്. ഈ ഡൈനിയും ഇതൊക്കെ മരുന്ന് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സാമ്പിളിനും ഇതിനൊക്കെ ആയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടി. അവിടുത്തെ മരുന്ന് പൊട്ടാത്തത് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് കിടക്കാൻ പറ്റാതെ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. കണ്ടോ, അതിപ്പോഴും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, ഇപ്പോഴും അവിടെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അപകടകരമായി വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ ഈ കാണുന്ന ഈ ഇങ്ങനെയുള്ള വെടിക്കെട്ട് പുരയ്ക്കൊക്കെ തീ പിടിക്കുന്നു, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ എത്തുമ്പോഴുള്ള അപകടം എന്ന് പറയുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും എന്നുള്ളതാണ്. കാരണം എപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ക്രാക്കേഴ്സ് അത് പൊട്ടുക, എപ്പോഴാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഇങ്ങനെയുള്ള അപകടങ്ങളുടെ ഒരു വലിയ പ്രശ്നം. അതാണ് അത് പെട്ടെന്ന്, സാധാരണ ഒരു തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് ഫയർഫോഴ്സിനൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് അണയ്ക്കാനൊക്കെ കഴിയും. പക്ഷേ എന്നാൽ ഇങ്ങനെയുള്ള ഒരു തീപിടുത്തമാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താകുമ്പോൾ അവിടെ നിന്ന്, അല്ലെങ്കിൽ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായ.